മാവോയിസ്റ്റുകൾ ആയുധം ഉപേക്ഷിക്കണമെന്ന് കേന്ദ്രമന്ത്രി ശ്രീ പി ചിദംബരം. അക്രമത്തിന്റെ പാത വെടിഞ്ഞാൽ മാവോയിസ്റ്റുകളുമായി ചർച്ച നടത്താൻ തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു. മാവോയിസ്റ്റുകളുടെ ഇപ്പോഴത്തെ നിലപാടിൽ മാറ്റമുണ്ടായാൽ അവരോട് ചർച്ച നടത്താൻ സംസ്ഥാന ഗവൺമെന്റുകളോട് ആവശ്യപ്പെടുമെന്നും ശ്രീ ചിദംബരം പറഞ്ഞു. പാർട്ടി രൂപം നൽകിയ തിരുത്തൽ രേഖ ചർച്ച ചെയ്ത് അംഗീകരിക്കാൻ CPIM കേന്ദ്ര കമ്മിറ്റി യോഗം ന്യൂഡൽഹിയിൽ ആരംഭിച്ചു. പ്രത്യയശാസ്ത്രപരവും സംഘടനാപരവുമായ ന്യൂനതകൾ അതിജീവിക്കുകയാണ് തിരുത്തൽ രേഖയുടെ ലക്ഷ്യം. കേന്ദ്ര കമ്മിറ്റി അംഗീകരിച്ചു കഴിഞ്ഞാൽ രേഖയ്ക്ക് നിർണായക പ്രാധാന്യം ഉണ്ടാകും. PB മുതൽ ബ്രാഞ്ച് വരെയുള്ള ഘടകങ്ങളുടെ പ്രവർത്തനം തിരുത്തൽ രേഖയുടെ അടിസ്ഥാനത്തിൽ സമഗ്രമായി പുനഃപരിശോധിക്കപ്പെടുമെന്നാണ് വിലയിരുത്തുന്നത്. പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളിലും തിരുത്തൽ വേണമെന്ന നയത്തിന്റെ അടിസ്ഥാനത്തിലാണ് രേഖ തയ്യാറാക്കിയിട്ടുള്ളത്. തിരുത്തൽ രേഖ അംഗീകരിച്ചു കഴിഞ്ഞാൽ ഒരാഴ്ചയ്ക്കകം അത് പ്രസിദ്ധീകരിക്കും. 6 മാസത്തിനകം തിരുത്തൽ രേഖയെക്കുറിച്ചുള്ള ക്യാമ്പയിൻ പൂർത്തീകരിക്കും. കേന്ദ്ര കമ്മിറ്റി ഞായറാഴ്ച സമാപിക്കും. പാകിസ്ഥാനിൽ വീണ്ടും ചാവേർ ബോംബ് സ്ഫോടനം. പഞ്ചാബ് പ്രവിശ്യയിലെ കമ്രയിലാണ് സ്ഫോടനമുണ്ടായത്. സ്ഫോടനത്തിൽ 7 പേർ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കേറ്റു. മരണസംഖ്യ ഇനിയും വർദ്ധിക്കാനാണ് സാധ്യതയെന്ന് പോലീസ് പറഞ്ഞു. തന്ത്രപ്രധാനമായ വ്യോമസേന കെട്ടിടത്തിനടുത്താണ് സ്ഫോടനമുണ്ടായത്. സുരക്ഷാ സൈനികരെ ലക്ഷ്യമിട്ടാണ് സ്ഫോടനം നടത്തിയതെന്ന് പോലീസ് പറഞ്ഞു. സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തിട്ടില്ല. ഇസ്ലാമാബാദിൽ ആർമി ബ്രിഗേഡിയറും ഡ്രൈവറും കാറിൽ വെടിയേറ്റ് മരിച്ചതിന് പിന്നാലെയാണ് ഖമ്രയിലെ സ്ഫോടനം. പാക് സൈന്യവും താലിബാനും തമ്മിൽ കടുത്ത പോരാട്ടമാണ് അഫ്ഗാൻ അതിർത്തിയിലെ പാകിസ്ഥാൻ മേഖലയിൽ തുടരുന്നത്. സൊമാലിയൻ കടലിൽ ചരക്കുകപ്പൽ തട്ടിക്കൊണ്ടുപോയി 24 ഇന്ത്യക്കാരെ ബന്ദികളാക്കി. പനാമയുടെ ചരക്കുകപ്പലായ MV അൽ ഖാലിഫാണ് സൊമാലിയൻ കടൽക്കൊള്ളക്കാർ തട്ടിയെടുത്തത്. സേഷൽസ് മേഖലയിൽ വെച്ചാണ് കപ്പൽ തട്ടിക്കൊണ്ടുപോയതെന്ന് അന്താരാഷ്ട്ര മാരിടൈം ബ്യൂറോ തലവൻ നോയൽ ചൂൺ പറഞ്ഞു. 6 പേരടങ്ങുന്ന